നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല, ക്ഷമ ചോദിക്കുന്നു. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ശബരിമല മാത്രമേ പഠിച്ചുള്ളൂ. മറ്റ് 8ഓളം ക്ഷേത്രങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് പഠിക്കുന്നുണ്ട്. അതിലാദ്യമായി പഠിക്കാനുള്ളത് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രമാണ്. ശബരിമലയോട് അടുത്തതും ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ശബരിമലയുടെ ഐതിഹ്യവുമായിട്ട് അടുത്ത ബന്ധമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് ഈ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓർമ്മിക്കുക, പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ ഉള്ള ക്ഷേത്രമാണ് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം. അതായത് അയ്യപ്പൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് മഹാദേവനെയാണ്, അല്ലെങ്കിൽ പരമശിവനെയാണ്. അസുരനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ നിലയ്ക്കൽ ക്ഷേത്രത്തിൽ കയറി തൻ്റെ പിതാവായ പരമശിവൻ്റെ അനുഗ്രഹം വാങ്ങി ആണ് അയ്യപ്പൻ പോയതെന്ന വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഈ അമ്പലം വളരെ പ്രധാനപ്പെട്ടതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല ഇടത്താവളം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശബരിമല ഇടത്താവളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടുത്തെ ദേവൻ 2 ഭാവങ്ങളിലാണ്. ഒന്ന് കൃത്തഭാവം ഉഗ്രമൂർത്തിയായും, പിന്നെ സൗമ്യഭാവം മംഗളപ്രദായകനുമായിട്ട്, അങ്ങനെ 2 ഭാവങ്ങളിലും കുടികൊള്ളുന്ന ദേവനാണ് ഇവിടുത്തെ പരമശിവൻ. ഉഗ്രമൂർത്തിയും മംഗളപ്രദായകനുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയിലേക്കുള്ള വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, പരമശിവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ശിവരാത്രി. ശിവരാത്രി കൂടാതെ നവരാത്രി, മഹാനവമി, വിനായക ചതുർത്ഥി, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളും ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. അയ്യപ്പൻ തൻ്റെ പിതാവിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ക്ഷേത്രമാണ് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം. പിന്നെ ശബരിമല ഇടത്താവളം എന്നറിയപ്പെടുന്നു. ഉഗ്രമൂർത്തി, മംഗളപ്രദായകൻ എന്ന പേരിൽ 2 ഭാവങ്ങളിലാണ് ഇവിടെ പരമശിവൻ അല്ലെങ്കിൽ മഹാദേവൻ കുടികൊള്ളുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് ഇത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പാർത്ഥസാരഥി എന്ന് കേൾക്കുമ്പോഴേ പാർത്ഥൻ, അർജുനൻ്റെ സാരഥിയായിട്ടുള്ള പാർത്ഥൻ അർജുനൻ, ആ അർജുനൻ്റെ സാരഥി ആരാണ്? കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണനായിരുന്നു. അപ്പോൾ ഒരു തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പോൾ ഇന്ത്യയിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്തുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ചതുർബാഹു രൂപത്തിലുള്ള 4 കൈകളോട് രൂപത്തിലുള്ള മഹാവിഷ്ണു പാർത്ഥസാരഥി ഭാവത്തിൽ, അതായത് ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി ഭാവത്തിൽ, അല്ലെങ്കിൽ മഹാവിഷ്ണു, വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ കൃഷ്ണൻ, ആ മഹാവിഷ്ണു പാർത്ഥസാരഥി ഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. ആറന്മുള കണ്ണാടി, വഞ്ചിപ്പാട്ട്, വള്ളസദ്യ എന്നിവയെല്ലാം ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ആറന്മുള കണ്ണാടി കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമസൂചിക പദവി നേടിയ ഒരു കേരളീയ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. അതിനെക്കുറിച്ച് വരാം. അപ്പോൾ ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണു പാർത്ഥസാരഥി ഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. പിന്നെ പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയുടെ തീരത്താണ്. പിന്നെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ, ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആറന്മുള കണ്ണാടി, പിന്നെ വഞ്ചിപ്പാട്ട്, പിന്നെ വള്ളസദ്യയെല്ലാം. വഞ്ചിപ്പാട്ടെന്ന് വെച്ചാൽ അവിടെ വള്ളംകളിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട വഞ്ചിപ്പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആറന്മുള കണ്ണാടി, ആറന്മുള ഗ്രാമത്തിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. രസം ഉപയോഗിച്ച് ചില്ലുകൾ നിർമ്മിച്ച് കണ്ണാടി ഉണ്ടാക്കുന്ന പരമ്പരാഗത രീതിക്ക് വിരുദ്ധമായി ഒരു പ്രത്യേക ലോഹക്കൂട്ടിൽ നിന്നാണ് ഈ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി നേടിയ ആദ്യ ഉൽപ്പന്നവും ആറന്മുള കണ്ണാടിയാണ്. ഇപ്പം എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള വിഷയമുള്ള കേസല്ല. ഭൗമസൂചിക പദവി നേടിയ ആദ്യത്തെ, കേരളത്തിൽ നിന്നും നിർമ്മിച്ച ആദ്യ ഉൽപ്പന്നവും ആറന്മുള കണ്ണാടിയാണ്. പിന്നെ ആറന്മുള ഗ്രാമത്തിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്നതാണ് ഈ ആറന്മുള കണ്ണാടി. പിന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഒരു മത്സരത്തിനപ്പുറം
ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായും അടുത്ത ബന്ധമുള്ള ഒരു വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. അപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് ഉത്രട്ടാതി നാളിൽ, ചിങ്ങമാസം അതായത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തിരുവോണം കഴിഞ്ഞ് വരുന്ന ആ ഉത്രട്ടാതി നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുക. അത്തരം കാര്യങ്ങൾ ഈ വള്ളംകളിയെക്കുറിച്ച് ഓർമ്മിക്കുക. പിന്നെ ഇവിടുത്തെ അഷ്ടമി രോഹിണി ഉത്സവം നമുക്കറിയാം, പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആരെക്കുറിച്ചായിരിക്കും? മഹാവിഷ്ണുവാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം അഷ്ടമി രോഹിണി ദിവസം വിപുലമായി ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പിന്നെ അതുപോലെ ഖണ്ഡവന ദഹനം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ധനുമാസത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹാഭാരതത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ഖണ്ഡവന ദഹനം. അതായത് മഹാഭാരതത്തിൽ നടന്ന ഖണ്ഡവന കാട്ടുതീയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങാണ് ഖണ്ഡവന ദഹനം. അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഉണങ്ങിയ സസ്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച് ഒരു കൃത്രിമ വനം നിർമ്മിച്ച് അത് കത്തിച്ച് ആ ആചരണം നടത്തുന്ന ചടങ്ങാണ് ഈ പറഞ്ഞ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഖണ്ഡവന ദഹനം എന്ന് പറയുന്ന ചടങ്ങ്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ ആറന്മുള ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ്. മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്? പാർത്ഥസാരഥി ഭാവത്തിലാണ്. ആറന്മുള കണ്ണാടിയും വഞ്ചിപ്പാട്ടും വള്ളസദ്യയും എല്ലാം പ്രധാനമാണ്. പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന ആറന്മുള കണ്ണാടി കേരളത്തിൽ ഭൗമസൂചിക പദവി നേടിയ ആദ്യത്തെ ഉൽപ്പന്നമാണ്. പിന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തിരുവോണം കഴിഞ്ഞ് വരുന്ന ഉത്രട്ടാതി നാളിലാണ്. പിന്നെ അഷ്ടമി രോഹിണി ഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുപോലെ ഖണ്ഡവന ദഹനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് മഹാഭാരതത്തിലെ ഖണ്ഡവന കാട്ടുതീ നടത്തിയതിൻ്റെ സ്മരണയ്ക്ക് നടത്തുന്നതാണ്. ഉണങ്ങിയ സസ്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൃത്രിമ വനം നിർമ്മിച്ച് അവയെ കത്തിച്ചുകൊണ്ട് ആചരണം നടത്തുന്ന ഒന്നാണ് ഈ പറയുന്ന ഖണ്ഡവന ദഹനം. പിന്നെ മലയാലപ്പുഴ ശ്രീദേവി ക്ഷേത്രം, മലയാലപ്പുഴ അമ്മ എന്നറിയപ്പെടുന്ന മലയാലപ്പുഴ ക്ഷേത്രം 1000ഓളം വർഷം പഴക്കമുള്ള പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മലയാലപ്പുഴ ക്ഷേത്രം. ദാരിക വിഗ്രഹം നടത്തിയ ഭദ്രകാളി ദേവിയാണ് മലയാലപ്പുഴ ദേവി. നമ്മൾ ഓർമ്മിക്കുക, ദാരിക വിഗ്രഹം നടത്തിയ പല ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്ന് മലയാലപ്പുഴ ദേവിയാണ്. ഇവിടുത്തെ ഭഗവതിയെ മലയാലപ്പുഴ അമ്മ എന്ന് വിളിക്കുന്നു. അപ്പോൾ മലയാലപ്പുഴ അമ്മ എന്നറിയപ്പെടുന്ന മലയാലപ്പുഴ ദേവീ ക്ഷേത്രത്തിലെ ദേവതയാണ്. പിന്നെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ മറ്റ് സ്വയംഭൂവായ ശിവലിംഗം, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി, അങ്ങനെ വിവിധങ്ങളായ ഉപദേവങ്ങളുണ്ട്. എങ്കിലും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മലയാലപ്പുഴ അമ്മ എന്ന് പറയുന്ന ഭദ്രകാളി ദേവിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഈ മലയാലപ്പുഴ ക്ഷേത്രം. ദാരിക നിഗ്രഹത്തിന് ശേഷം അഷ്ടബാഹുക്കളോടും കൂടിയ 5 അടിയോളം ഉയരമുള്ള ദേവി പ്രതിഷ്ഠയാണ്. അത് കടുശർക്കര യോഗം. പത്മനാഭസ്വാമി ക്ഷേത്രം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കടുശർക്കര യോഗം. അതുകൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. അത് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകും. അതുകൊണ്ട് അതിൻ്റെ സമീപത്തായി മറ്റൊരു വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇവിടെ അതുപോലെ കടുശർക്കര യോഗം കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പാർവതി ദേവിയുടെ മടിയിലിരുന്ന് പിന്നെ മുല കുടിക്കുന്ന ഗണപതി വിഗ്രഹമാണ് ഇവിടുത്തെ ഒരു അപൂർവ കാഴ്ചയാണ്. ഗണപതി ഭഗവാൻ കുംഭം നിറയ്ക്കുന്ന, അല്ലെങ്കിൽ കയ്യിൽ ലഡു എന്തി, അങ്ങനെ പല പ്രതിഷ്ഠകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാർവതി ദേവിയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന ഒരു അപൂർവ രീതിയിലുള്ള വിഗ്രഹം ഇവിടെ കാണാം, മലയാലപ്പുഴ ക്ഷേത്രത്തിൽ കാണാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് മലയാലപ്പുഴ ക്ഷേത്രം. മാത്രമല്ല ഇവിടുത്തെ മലയാലപ്പുഴ ക്ഷേത്രത്തിലെ ആനയാണ് മലയാലപ്പുഴ രാജൻ. മലയാലപ്പുഴ ക്ഷേത്രത്തിലെ ആനയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചാവിറക്ക്. പ്രധാനപ്പെട്ട ചടങ്ങാണ് ചാവിറക്ക്. നമുക്ക് പരീക്ഷ ഇനി അമിതമായ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ സ്പീഡിന് പോവേണ്ടി വരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചാവിറക്ക്. മരണപ്പെടുന്നവർ മരണാനന്തരം മലയാലപ്പുഴ ദേവിയോട് ചേരുന്നതായിട്ടുള്ള വിശ്വാസം ഇവിടെ ഉണ്ട്. അതങ്ങനെ പ്രശ്നം വയ്ക്കുമ്പോൾ തെളിഞ്ഞാൽ ഈ മരണപ്പെട്ടവരെ യഥാസ്ഥാനത്തിരുത്തി
പൂജിക്കുന്നതിനായി ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങാണ് ചാവിറക്ക്. അതായത് ദേവിയുമായിട്ട് ചേർന്നു എന്ന് ഒരു പ്രശ്നം തെളിഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ അല്ലെങ്കിൽ ആ മരണപ്പെട്ടവരെ യഥാസ്ഥാനത്ത് പിന്നെ സിദ്ധിച്ചിരുത്തി പൂജിക്കുന്നതിനായി നടത്തുന്ന ഒരു ചടങ്ങാണ് ചാവിറക്ക്. പിന്നെ മറ്റൊരു ചടങ്ങാണ് തൂണിയരി പായസം. ദേവിയുടെ അനുഗ്രഹ സിദ്ധിക്കും പിന്നെ മോഷണം മുതൽ തിരികെ ലഭിക്കുന്നതിനുമായി ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങാണ് തൂണിയരി പായസം. അപ്പോൾ ദേവിയുടെ അനുഗ്രഹ സിദ്ധിക്കും മോഷണം മുതൽ തിരികെ ലഭിക്കുന്നതിനുമായി ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങാണ് തൂണിയരി പായസം. പിന്നെ മംഗല്യ ഭാഗ്യത്തിനായി പെൺകുട്ടികൾ നടത്തുന്ന ചടങ്ങാണ് താലിചാർത്ത്. മംഗല്യ ഭാഗ്യത്തിനായി പെൺകുട്ടികൾ നടത്തുന്ന ചടങ്ങാണ് വഴിപാടാണ് താലിചാർത്ത്. പിന്നെ കോഴി പറത്തൽ. വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയാലപ്പുഴ ക്ഷേത്രത്തിൽ മൃഗബലി ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ മൃഗബലി ഇപ്പോൾ നടത്താൻ സാധ്യമല്ല, കാരണം അത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിന് പകരമായി ഒരു പ്രത്യേക ഒരു പീഠത്തിൽ കോഴിയെ നിർത്തി പറത്തിവിടുന്ന ഒരു ചടങ്ങാണ് കോഴി പറത്തൽ. ഇത് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു 3-4 ചടങ്ങുകളുണ്ട്. അപ്പോൾ ആന പുറത്ത് എഴുന്നള്ളത്തിനും ഉണ്ട് ഒരു ചടങ്ങ്, ഇടത്തോട്ടാണെന്ന പ്രത്യേകതയും. അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ എഴുന്നള്ളത്ത് പുറകോട്ടാണ് പോകുന്നത്. പുറകോട്ട് എഴുന്നള്ളി വടക്കേ വാതിൽ വരെ പോകുന്നൊരു പ്രത്യേക രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത ആന എഴുന്നള്ളത്ത്. അപ്പോൾ ഓർമ്മിക്കുക, ആന എഴുന്നള്ളത്ത് പുറത്തേക്ക് പോകുന്ന ക്ഷേത്രം, കോഴി പറത്തൽ എന്ന ചടങ്ങ് ഉള്ള ക്ഷേത്രം, തൂണിയരി പായസം വഴിപാട് ഏത് ക്ഷേത്രത്തിലാണ്. പിന്നെ അതുപോലെ മലയാലപ്പുഴ രാജൻ എന്ന ആന താഴെ പറഞ്ഞ ഏത് ക്ഷേത്രത്തിലാണ്? മലയാലപ്പുഴ ക്ഷേത്രത്തിലാണ്. അതാണ് മലയാലപ്പുഴ രാജൻ എന്ന പേര് വന്നത്. പിന്നെ മരണപ്പെടുന്നവർക്ക് യഥാസ്ഥാനത്തിരുത്തി പൂജിക്കുന്ന ചടങ്ങ് ചാവിറക്ക് ഏത് ക്ഷേത്രത്തിലാണ്? ഇതെല്ലാം മലയാലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് പഠിക്കുന്ന അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത് ഈ മലയാലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ചായിരിക്കും. നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. 2 കൊടിമരങ്ങളുള്ള, നമുക്ക് കാണാം, 2 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിലാണ് ഈ ക്ഷേത്രം. 2 കൊടിമരങ്ങളുള്ള ക്ഷേത്രമാണ്. അതിനോടൊപ്പം എന്ന വാക്കുകൂടി ചേർന്ന് തൃക്കലഞ്ഞൂർ എന്നാണ് അറിയപ്പെടുന്നത്. 2 കൊടിമരങ്ങളുള്ള ക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിലാണ് തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പരമശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ 10 തൂണുകളുള്ള ആനക്കൊട്ടിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു കാഴ്ച തന്നെയാണ്. ആ ഓരോ തൂണിലും ദശാവതാര കഥകൾ കൊത്തി വച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ കാണാം, കൊത്തിവെക്കുകയല്ല, ചിത്രങ്ങൾ കാണാം. അപ്പോൾ കലഞ്ഞൂരിൽ ഉള്ള ക്ഷേത്രമാണ്. പരമശിവ പ്രതിഷ്ഠയുള്ള 2 കൊടിമരങ്ങൾ എന്ന അപൂർവ കാഴ്ചയ്ക്ക് നിദാനമായ തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 10 തൂണുകളുള്ള ആനക്കൊട്ടിൽ ദശാവതാര ചിത്രങ്ങൾ കാണാം. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പിള്ളവയ്പ് എന്നൊരു ചടങ്ങ്. സന്താന ലബ്ധിക്കായി രോഹിണി നാൾ ദിവസം നടത്തപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ വഴിപാടാണ് പിള്ളവയ്പ്. മറ്റ് ക്ഷേത്രങ്ങളിൽ ഒരിടത്തും ഉള്ളതായിട്ടുള്ള ഒരു അറിവ് ഇല്ല. ഓർമ്മിക്കുക, ഇവിടെ ഈ കലഞ്ഞൂർ എന്ന പേര് വരാൻ കാരണം പണ്ട് ഖരമഹർഷി ഇവിടെ തപസ് ചെയ്ത് മഹാശിവലിംഗം സ്ഥാപിച്ച ക്ഷേത്രം എന്നാണ് വിശ്വാസം. ഖരമഹർഷിയുടെ പാദസ്പർശമേറ്റ ഭൂമി ഖരന്നൂർ എന്നും പിന്നീട് അത് കലഞ്ഞൂർ എന്നും മാറി എന്നാണ് വിശ്വാസം. 10 തൂണുകളുള്ള ആനക്കൊട്ടിൽ വിശിഷ്ടമാണ്. അതിൽ ദശാവതാര ചിത്രങ്ങൾ കാണാം. സന്താന ലബ്ധിക്കായിട്ട് ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് പിള്ളവയ്പ്. രോഹിണി തിരുനാൾ ദിവസം നടത്തുന്ന ചടങ്ങാണ്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഇങ്ങനൊരു ചടങ്ങ് ഉള്ളതായിട്ട് അറിവില്ല. അതായത് മീനമാസത്തിലെ രോഹിണി തിരുനാൾ ദിവസം ഇണ്ടിളയപ്പൻ ദേവൻ, അതായത് പരമശിവൻ്റെ ഒരു വകഭേദമാണ്. ആ ഇണ്ടിളയപ്പൻ ദേവന് മുന്നിൽ ഈ ചൊല്ലി പ്രാർത്ഥിച്ച് ഈ പൂജ അല്ലെങ്കിൽ ഈ പിള്ളവയ്പ് എന്ന് പറയുന്ന ചടങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മീനമാസത്തിന് മുമ്പ് ആൺകുഞ്ഞ് ജനിക്കും എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ആധുനിക കാലത്ത് ഇങ്ങനെയുള്ള പറച്ചിലുകൾക്ക് എത്രത്തോളം ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നറിയില്ല. എന്നിരുന്നാലും വിശ്വാസത്തെ ചോദ്യം ചെയ്യുക നമുക്ക് നടപടിയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ചോദ്യ രൂപത്തിൽ പഠിക്കുക മാത്രമേ
ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർമ്മിക്കുക, തൃക്കരഞ്ഞൂർ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 കൊടിമരമുള്ള ക്ഷേത്രമാണ്. പരമശിവനാണ് പ്രധാന പ്രതിഷ്ഠ. 10 തൂണുകളുള്ള ആനക്കൊട്ടിലെ ഓരോ തൂണിലും ദശാവതാര ചിത്രങ്ങൾ കാണും. പിള്ളവയ്പ് പ്രധാനപ്പെട്ട ചടങ്ങാണ്, ഓർമ്മിക്കുക. നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് കവിയൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അങ്ങനെ വിശ്വസിക്കാൻ കാരണം പല്ലവ വാസ്തുവിദ്യയ്ക്ക് അല്ലെങ്കിൽ പല്ലവ ശൈലിയിലുള്ള വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ക്ഷേത്രമാണ് ഈ കവിയൂർ ക്ഷേത്രം. തൃക്കവിയൂർ എന്നും അറിയപ്പെടും. കാര്യം എന്നുള്ളത് പുണ്യമായത് എന്നർത്ഥത്തിലുള്ള തൃക്കവിയൂർ. അപ്പോൾ അത് 8-ാം ശൈലിയിലെ പല്ലവ ശൈലിയിലുള്ള ക്ഷേത്രമാണ് ഈ പറയുന്ന കവിയൂർ ക്ഷേത്രം. പിന്നെ മണിമലയാർ, പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറാണ് മണിമലയാർ, നദിയാണ് മണിമലയാർ. ആ മണിമലയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കവിയൂർ ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. പക്ഷേ ക്ഷേത്രം കൂടുതൽ അറിയപ്പെടുന്നത് ഹനുമൽ പ്രതിഷ്ഠയിലാണ്. അതായത് മഹാദേവ ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രം പ്രശസ്തമാകുന്നത് ഹനുമൽ സാന്നിധ്യവും ഹനുമൽ പ്രതിഷ്ഠയും കൊണ്ടാണ്. നമുക്കറിയാം, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആരാണ്? മഹാദേവനാണ്. എന്നാൽ ക്ഷേത്രം അറിയപ്പെടുന്നത് ഗണപതിയുടെ പേരിലാണ്, ഗണപതി ഭഗവാന്റെ പേരിലാണ്. അപ്പോൾ അതുപോലെ തന്നെ പാർവതി സഹിതനായ മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഹനുമൽ പ്രതിഷ്ഠ കൊണ്ടാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധമായിരിക്കുന്നത്. കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടണമെങ്കിലും പ്രാധാന്യമുള്ളതാർക്കാണ്? ആഞ്ജനേയനാണ് പ്രാധാന്യം. അപ്പോൾ ഓർമ്മിക്കുക, തൃക്കവിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. അതായത് ഇങ്ങനെ വരാൻ കാരണം, ഹനുമൽ പ്രതിഷ്ഠ ഇവിടെ വരാൻ കാരണം, ശ്രീരാമൻ ലങ്കയിൽ നിന്നും തിരികെ അയോധ്യയിലേക്ക് പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇദ്ദേഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി അനുയോജ്യമായ ശിവലിംഗം തേടിപ്പോയിരുന്ന ഈ സമയത്ത് കൈലാസത്തിൽ പോയി അവിടെ നിന്നും ഹനുമാൻ ശിവലിംഗം കൊണ്ട് ഇദ്ദേഹത്തിന് വന്ന് സമർപ്പിക്കുന്ന സമയത്ത് ശ്രീരാമൻ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ശിവലിംഗം ഇളക്കിയിട്ട് മറ്റൊന്ന് വയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ആ ശിവലിംഗം പുഴുതു മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇളക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശിവലിംഗത്തിന് ഏതൊരു അനക്കവും തട്ടാതെ ആ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉയരുകയും ശിവലിംഗം കുഴിയിലാകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ഈ ശിവലിംഗത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ശ്രീരാമ ഭഗവാനോട് മാപ്പിരക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രമുള്ള അല്ലെങ്കിൽ ഒരു ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ഹനുമാനോട് ഇവിടെ കുടികൊള്ളാൻ വേണ്ടി ഉള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഹനുമൽ പ്രതിഷ്ഠ കൊണ്ട് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണിത്. 1.5 അടിയോളം പൊക്കമുള്ള ആഞ്ജനേയ വിഗ്രഹത്തിൽ ആ വിഗ്രഹം ഇരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ അത് വലത് കൈയിൽ ഗദയുമായി ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഹനുമൽ പ്രതിഷ്ഠയുള്ളത്. ഉത്സവങ്ങളിൽ നിന്ന് നമുക്കിവിടെ പ്രാധാന്യമില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. ശിവന് ഹനുമാൻ ഉള്ളതുകൊണ്ട് ഹനുമൽ ജയന്തിയും പിന്നെ ശിവൻ്റെ തിരുനാളും ശിവരാത്രി എല്ലാം പ്രാധാന്യം കാണും. നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. കഥകളിയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. കഥകളി എല്ലാ ദിവസവും കഥകളി ആടാറുള്ള അല്ലെങ്കിൽ കഥകളി മുഖ്യ വഴിപാടായിട്ടുള്ള ക്ഷേത്രമാണ് ഈ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ മണിമലയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രമാണ്. ആ വിഗ്രഹത്തിന് ഏകദേശം 7 അടിയോളം ഉയരമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉയരം 6 അടിയാണ് ശരാശരി. ഇത് 7 അടിയോളം ഉയരമുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ളത്. ക്ഷേത്രത്തിന് മുൻപിൽ 55 അടി ഉയരം, 55 അടി ഉയരവും 2 അടിയോളം വ്യാസവുമുള്ള ഒരു ഗരുഡമാടത്തറയുണ്ട്. ഒരു കരിങ്കല്ല്, ഗരുഡമാടത്തറ എന്ന കരിങ്കൽ വിസ്മയം, പുരാതന കാലത്ത് നിർമ്മിച്ച ഗരുഡമാടത്തറ എന്ന കരിങ്കൽ വിസ്മയം
വളരെ പ്രധാനമാണ്, വളരെ വിശേഷമാണ്. അതിന് മുകളിൽ പെരുന്തച്ഛൻ നിർമ്മിച്ചു എന്ന് കരുതുന്ന ഗരുഡൻ്റെ പഞ്ചലോക വിഗ്രഹമുണ്ട്. ഓർമ്മിക്കുക, ഗരുഡ മാടത്തറ എവിടെയാണ്, ഏത് ക്ഷേത്രത്തിലാണ്? പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണത്. പിന്നെ മഹാവിഷ്ണു സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു സുദർശനമൂർത്തിയും. സുദർശനമൂർത്തി എന്ന് വെച്ചാൽ സുദർശനമൂർത്തി ഉള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് സുദർശന ചക്രം. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൽ നിന്നാണ് തിരുവല്ല എന്ന വാക്കുണ്ടായത്. ഓർമ്മിക്കുക, പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുവല്ല. ഈ തിരുവല്ല എന്ന പേര് വന്നത് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു നാമമായ ശ്രീവല്ലഭൻ എന്ന പേരിൽ നിന്നാണ് തിരുവല്ല എന്ന വാക്ക് എന്ന പേരുണ്ടായത്. ഇന്ത്യയിലെ 108 വൈഷ്ണവ ദേവാലയങ്ങളിൽ ഒന്നാണിത്. ദുർവാസാവ് മഹർഷിയാണ് ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള അത്താഴ പൂജ കഴിഞ്ഞ് ദുർവാസാവ് ഇവിടെ വന്ന ഭഗവാനെ പൂജിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ മേൽശാന്തി പൂജയ്ക്കുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കി വയ്ക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുമ്പ് മേൽശാന്തി പൂജയ്ക്കുള്ള പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വയ്ക്കുന്ന ക്ഷേത്രം ഈ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രമാണ്. ദുർവാസാവ് മഹർഷിക്ക് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ വന്ന് മഹാവിഷ്ണുവിനെ പൂജിക്കും എന്ന വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രം ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ സ്വയം ഒരു മൂർത്തിയെ സങ്കല്പിച്ച് ശ്രീ സുദർശനമൂർത്തി പ്രതിഷ്ഠ എന്ന് പറയുന്നൊരു പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഇങ്ങനെ സുദർശനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. തിരുവല്ലയും തുറവൂരുമാണ് പ്രധാനപ്പെട്ടുള്ളത്. അപ്പോൾ സുദർശനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായി അത് ഓർമ്മിച്ച് വയ്ക്കണം. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രവും തുറവൂർ ക്ഷേത്രവുമാണ്, ഓർമ്മിക്കുക. പിന്നെ ക്ഷേത്രത്തിലെ മീനമാസത്തിൽ ഉത്തരദിനത്തിൽ നടത്തുന്ന ശീവേലിയാണ് ഉത്തരശീവേലി. ഓർമ്മിക്കുക, ഉത്തരശീവേലി. ഈ ഉത്തരശീവേലിക്ക് മാത്രമാണ് വടക്കേ നട, ക്ഷേത്രത്തിൻ്റെ വടക്കേ നട തുറക്കുന്നത്. ക്ഷേത്രത്തിൽ മീനമാസത്തിലെ ഉത്തരദിനത്തിൽ ഉച്ചയ്ക്ക് നടത്തുന്ന ശീവേലിയാണ് ഉത്തരശീവേലി. ഈ സമയത്ത് മാത്രമാണ് വടക്ക് വശത്തെ വാതിൽ തുറക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, കഥകളി മുഖ്യ വഴിപാടായിട്ടുള്ള ക്ഷേത്രമാണിത്. നമ്മളത് കൊട്ടാരക്കര ക്ഷേത്രം പഠിച്ചപ്പോഴും പറഞ്ഞു. കൊട്ടാരക്കര തമ്പുരാൻ ഈ കഥകളിയുടെ ഉത്ഭവ സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടായിട്ട് കഥകളി നടത്താൻ വേണ്ടി സ്വപ്നരൂപേണ ഭഗവാൻ ദർശനം കൊടുത്തതായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് പുത്രകാമേഷ്ടി എന്ന കഥകളി അവതരിപ്പിക്കുകയും അന്ന് മുതൽ കഥകളിയാണ് ഭഗവാൻ ഇഷ്ട വിഭവമായി നിവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ അശരീരി കാരണമാണ് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ കഥകളി ഒരു വഴിപാടായിട്ട് അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും കഥകളി ഇല്ലെങ്കിലും ആട്ടമെങ്കിലും ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് പടറ്റിപ്പഴ നിവേദ്യം. പടറ്റിപ്പഴം നമ്മുടെ ഈ വസൂരിയൊക്കെ വരുമ്പോൾ കൂടുതൽ കഴിക്കുന്ന, അല്ലെങ്കിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി കൂടുതൽ കഴിക്കുന്ന ഒരു പഴമാണ് പടറ്റിപ്പഴം. പക്ഷേ തിരുവല്ല ഗ്രാമത്തിൽ ഏതെങ്കിലും വീട്ടിൽ പടറ്റിപ്പഴം ആദ്യമായി കുലച്ചാൽ അത് ഭഗവാന് നൽകണമെന്നാണ് പറയപ്പെടുന്നത്. 10000 പടറ്റിപ്പഴം നിവേദിക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. വാദ്യമേളങ്ങളോട് കൂടിയാണ് ഈ പടറ്റിപ്പഴത്തെ കുലകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ പടറ്റിപ്പഴ നിവേദ്യം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ പറയുന്ന തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. അപ്പോൾ കഥകളി പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. 7 അടിയോളം ഉയരമുള്ള, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിഷ്ണു പ്രതിഷ്ഠയുള്ള, ഇന്ത്യയിലെ 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. പിന്നെ ഇവിടെ സുദർശന മൂർത്തിയും ഉണ്ട്. മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് സുദർശന മൂർത്തി. പിന്നെ ഗരുഡമാടത്തറ ഒരു കരിങ്കൽ വിസ്മയമാണ്. അതിൻ്റെ മുകളിൽ പെരുന്തച്ഛൻ നിർമ്മിച്ചു എന്ന് കരുതുന്ന ഗരുഡൻ്റെ പഞ്ചലോക വിഗ്രഹവുമുണ്ട്. പിന്നെ ദുർവാസാവ് മഹർഷിക്ക് വേണ്ടി എപ്പോഴും പൂജാദ്രവ്യങ്ങൾ അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഒരുക്കി വയ്ക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പിന്നെ ഉത്തരശീവേലി ആ സമയത്ത് മാത്രമാണ്, മീനമാസത്തിലെ ഉത്തരശീവേലി സമയത്ത് മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നട തുറക്കുന്നത്. കഥകളി മുഖ്യ വഴിപാടാണ്. പടറ്റിപ്പഴ നിവേദ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഉത്സവങ്ങളെക്കുറിച്ച് പ്രധാനമല്ലാത്തതുകൊണ്ട് പറയാതെ കുംഭമാസത്തിലെ പൂയത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഇനി നമ്മൾ മണ്ണടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്.
പത്തനംതിട്ട ജില്ലയിൽ തന്നെ കല്ലട നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മണ്ണടി ശ്രീ ഭദ്രകാളി ക്ഷേത്രം. സ്വയംഭൂവായ ബിംബത്തിൽ ചോര പൊടിഞ്ഞപ്പോൾ അവിടെ മണ്ണ് വാരി അടച്ചതുകൊണ്ടാണ് ഈ സ്ഥലത്ത് മണ്ണടി എന്ന് പേര് വന്നത് എന്നാണ് വിശ്വാസം. വേലുത്തമ്പി ദളവയുടെ ജീവത്യാഗം കൊണ്ട് അറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ചേന്നമംഗലത്തു മഠത്തിലാണ് ഈ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഈ മണ്ണടിയിൽ ഈ ക്ഷേത്രത്തിൽ ധാരാളം പേര് എത്താറുണ്ട്. പിന്നെ ഒരു നേരം മാത്രം പൂജയുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഗണിച്ചെടുത്താണ്. നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും കലണ്ടർ നോക്കിയിട്ട് ഇന്ന ദിനമാണ്, തിരുനാളാണ് ദേവിയുടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നതെന്ന് നമ്മൾ നോക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ഗണികൻ വന്ന് ഗണിച്ചെടുത്താണ്, അല്ലെങ്കിൽ ജ്യോത്സ്യം വന്ന് ഗണിച്ചെടുത്താണ് ഇവിടുത്തെ ഉത്സവങ്ങൾ തീയതി നിശ്ചയിക്കുന്നത്. പിന്നെ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ച് അടുത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പറഞ്ഞതുപോലെ തന്നെ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രവും വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പാൽപ്പായസ വഴിപാട്. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ്, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. കാരണം പാർത്ഥൻ്റെ സാരഥിയായിട്ടുള്ള ആരോ അവൻ, അതായത് ശ്രീകൃഷ്ണൻ. പാർത്ഥൻ അർജുനൻ്റെ സാരഥിയായിട്ട് വരുന്നത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഇവിടുത്തെ പൊങ്കാല, ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല അതിവിശിഷ്ടമാണ്. കാരണം പുരുഷന്മാരാണ് പൊങ്കാല, സ്ത്രീകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷന്മാർ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നു. മഹാഭാരത കഥയിലെ അർജുനൻ്റെ സാരഥിയായ പാർത്ഥസാരഥി എന്ന രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ ഇവിടെ കുടികൊള്ളുന്നത്. മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ പറയാനുള്ളത് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രമാണ്. ചില കാര്യങ്ങളിൽ വളരെ വിശിഷ്ടമാണ് ഈ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം. പിന്നെ ശാസ്താവിനെയാണ് രക്തകണ്ഠൻ എന്ന പേരിൽ ഇവിടെ ആ ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇപ്പോൾ മുഖ്യ പ്രതിഷ്ഠ ശാസ്താവ് ഏത് രൂപത്തിൽ? രക്തകണ്ഠൻ രൂപത്തിൽ. ഏറ്റവും പ്രധാനം പടിഞ്ഞാറ്. ക്ഷേത്രങ്ങളിൽ കൂടുതലും കിഴക്ക് ദർശനമുള്ളവയാണ്, എന്നാൽ ഇത് തിരിച്ച് പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളൊന്നാണത്. അപ്പോൾ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം ഓർമ്മിക്കുക. പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. രക്തകണ്ഠൻ എന്നറിയപ്പെടുന്ന ശാസ്താവാണ് മുഖ്യ പ്രതിഷ്ഠ. പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളൊന്നാണിത്. പിന്നെ അടുത്ത് പെരിങ്ങനാട് തൃച്ചേന്തമംഗലം ശ്രീ മഹാദേവർ ക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഒരു കാലത്ത് തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്ക് പോകുന്ന വ്യാപാരികളുടെ ഒരു ഇടത്താവളമായിട്ട് ഉള്ള ക്ഷേത്രമായിരുന്നു. എന്നും അമിതമായ പ്രാധാന്യമില്ലെന്നാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രാധാന്യം തൃച്ചേന്തമംഗലം മഹാദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് നീലമന ജി വെങ്കടേശ്വരൻ പോറ്റി രചിച്ച സുപ്രഭാതം, നമ്മളെല്ലാം കേൾക്കുന്ന സുപ്രഭാതം എന്ന് പറയുന്ന ആ ഗാനം രചിച്ചത് നീലമന ജി വെങ്കടേശ്വരൻ പോറ്റിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കൊടിയേറ്റ് ദിവസം. ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് ദിവസം മുതൽ അരയിലും തലയിലും കുരുത്തോല കെട്ടി ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തുന്നത് പാപകർമ്മങ്ങൾ ഇല്ലാതാക്കുമെന്ന വിശ്വാസം കൊണ്ട് ചെയ്യുന്ന ആ ശയന പ്രദക്ഷിണം. പിന്നെ കെട്ടുകാഴ്ച, അത് പ്രധാനമല്ല, എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഓർമ്മിക്കുക, പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലുള്ള ക്ഷേത്രമാണിത്. തൂത്തുക്കുടിക്ക് പോകുന്ന വ്യാപാരികളുടെ ഒരു ഇടത്താവളമായിരുന്നു. പിന്നെ തൃച്ചേന്തമംഗലം മഹാദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് നീലമന ജി വെങ്കടേശ്വരൻ പോറ്റി രചിച്ച സുപ്രഭാതം പ്രധാനമാണ്. അരയിലും തലയിലും കുരുത്തോല കെട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ശയന പ്രദക്ഷിണം, പാപകർമ്മങ്ങൾ ഇല്ലാതാക്കുമെന്നുള്ള ശയന പ്രദക്ഷിണം വിശിഷ്ടമാണ് ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഇവിടെ ഉത്സവത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തൈപ്പൂയവും വിഷുവും ശിവരാത്രി അങ്ങനെ ഇവയൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. 8 ക്ഷേത്രങ്ങളെക്കുറിച്ച്: പെരിങ്ങനാട്, തൃച്ചേന്തമംഗലം, ഓമല്ലൂർ, അടൂർ, മണ്ണടി, തിരുവല്ല, കവിയൂർ, തൃക്കരഞ്ഞൂർ, മലയാലപ്പുഴ, ആറന്മുള, പിന്നെ നിലയ്ക്കൽ, ഇങ്ങനെ 8ഓളം ക്ഷേത്രങ്ങൾ പഠിച്ചു. അപ്പോൾ ഇത് നോട്ടായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, എഴുതിയെടുക്കണം. നമുക്ക് സമയം
കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പോർഷനും തീരാത്തത് കൊണ്ട് തന്നെയാണ് സ്വല്പം സ്പീഡിന് പോവും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലേക്ക് കാണുന്നതുവരെ ഗുഡ് ബൈ.